അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡയാനയുമായി ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. രാജകുമാരിയോടും ബ്രിട്ടീഷ് രാജകുടുംബത്തോടുമുള്ള US പ്രസിഡന്റിന്റെ ആകർഷണത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ച ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്നു. ഇപ്പോൾ UK തൻ്റെ രണ്ടാമത്തെ സന്ദർശനം നടത്തുന്ന ഡൊണാൾഡ് ട്രംപ് വിൻഡ്സർ കാസ്റ്റലിൽ വെച്ച് ചാൾസ് രാജാവിനെ കണ്ടുമുട്ടി. ആഡംബരവും ഉപചാരങ്ങളും നിറഞ്ഞ ഒരു ചടങ്ങിൽ. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ ഡയാന രാജകുമാരിയുമായി ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സന്ദർശനത്തിനായി യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. UK തൻ്റെ രണ്ടാമത്തെ യാത്ര നടത്തുന്ന ട്രംപ് ഇന്ന് വിൻഡ്സർ കാസ്റ്റലിൽ വെച്ച് ആഡംബരവും ഉപചാരവും നിറഞ്ഞ ഒരു ചടങ്ങിൽ ചാൾസ് രാജാവിനെയും കാമില രാജ്ഞിയെയും കണ്ടു. തുടർന്ന് മെലാനിയയ്ക്കൊപ്പം ട്രംപ് ബ്രിട്ടീഷ് രാജകുടുംബത്തോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു. 2019 അദ്ദേഹത്തിൻ്റെ ആദ്യ ഭരണകാലത്ത് അന്നത്തെ ബ്രിട്ടനിലെ രാജ്ഞി എലിസബത്ത് അദ്ദേഹത്തിന് ആതിഥേയത്വം വഹിച്ചു. ആധുനിക കാലത്ത് ഒരു ബ്രിട്ടീഷ് രാജാവിൻ്റെ 2 ആതിഥേയത്വം സ്വീകരിക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറി. ഇത് ശരിക്കും സവിശേഷമാണ്. ഇത് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല. ഇത് അഭൂതപൂർവമാണ്. ഫെബ്രുവരിയിൽ ചാൾസ് രാജാവിന് വേണ്ടി ട്രംപിന് ക്ഷണം കൈമാറിയപ്പോൾ US പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ട്രംപിനോട് പറഞ്ഞു. എന്നാൽ ഈ ട്രംപ് ഒരിക്കൽ ചാൾസ് രാജാവിൻ്റെ മുൻ ഭാര്യ ഡയാന രാജകുമാരിയുമായി ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? 1990കളിൽ ട്രംപും ഡയാന രാജകുമാരിയും ഇടയ്ക്കിടെ ചാരിറ്റി ഡിന്നറുകളിൽ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. 1995 മാൻഹാട്ടനിൽ നടന്ന ഒരു ചടങ്ങിൽ ട്രംപിൻ്റെ രണ്ടാം ഭാര്യ മാർല മാപ്പിൾസ് ഡയാനയ്ക്കൊപ്പം ഒരു അത്താഴമേശ പങ്കിട്ടു. ട്രംപ് ഡയാനയ്ക്ക് തൻ്റെ ക്ലബ്ബായ മാർ എ ലാഗോയിൽ സൗജന്യ അംഗത്വം വാഗ്ദാനം ചെയ്തതായി പറയപ്പെടുന്നു. പക്ഷേ ഡയാന അത് നിരസിച്ചു. ചാൾസിൽ നിന്ന് ഡയാന വിവാഹമോചനം നേടിയ ശേഷം ട്രംപ് കെൻസിംഗ്ടൺ കൊട്ടാരത്തിൽ വെച്ച് തനിക്ക് പൂച്ചെണ്ടുകൾ അയച്ചിരുന്നുവെന്ന് ഡയാന പറഞ്ഞതായി 2015 ബ്രിട്ടീഷ് പത്രപ്രവർത്തക സെലീന സ്കോട്ട് അവകാശപ്പെട്ടു. എന്നാൽ ഡയാന ഇതിലൊട്ടും സന്തുഷ്ടയല്ലായിരുന്നു. ട്രംപ് തനിക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നുവെന്ന് സുഹൃത്തായ സ്കോട്ടിനോട് ഡയാന പറഞ്ഞിരുന്നു. 100 കണക്കിന് പൗണ്ട് വിലയുള്ള വലിയ പൂച്ചെണ്ടുകൾ കൊണ്ട് അയാൾ കെൻസിംഗ്ടൺ കൊട്ടാരത്തിൽ അക്ഷരാർത്ഥത്തിൽ ഡയാനയെ ആക്രമിക്കുകയായിരുന്നു, സ്കോട്ട് 95 എഴുതി. ട്രംപ് ഡയാനയെ ഒരു ട്രോഫി ഭാര്യയായി വ്യക്തമായി മനസ്സിൽ സങ്കല്പിച്ചിരുന്നു. ട്രോഫി ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമല്ലോ? പ്രശസ്തിയും പദവികളും സൗന്ദര്യവും എല്ലാമുള്ള ഒരു സെലിബ്രിറ്റിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ അഭിമാനിക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവർ തങ്ങളുടെ ഭാര്യയെ വളരെ പ്രദർശന വസ്തുവായി, അതായത് തനിക്ക് അവളെ കിട്ടി, ഇത്തരത്തിലുള്ള ഒരു വലിയ മഹനീയ വ്യക്തിത്വമുള്ള വലിയൊരു സെലിബ്രിറ്റിയെ തനിക്ക് കിട്ടി എന്ന് അവകാശപ്പെടാൻ, അതിൽ അഭിമാനിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ഭാര്യമാരെയാണ് പൊതുവിൽ ഈ ട്രോഫി ഭാര്യമാരെന്ന് പറയും. ഡയാനയുടെ അപ്പാർട്ട്മെന്റിൽ റോസാപ്പൂക്കളും ഓർക്കിഡുകളും കുന്നുകൂടിയപ്പോൾ താൻ എന്ത് ചെയ്യണമെന്ന് ആശങ്കാകുലയായെന്ന് ഡയാന പറഞ്ഞു. ട്രംപ് തന്നെ പിന്തുടരുന്നതായി, അതും വളരെ അഗ്രസീവായി പിന്തുടരുന്നതായി ഡയാനയ്ക്ക് തോന്നി തുടങ്ങിയിരുന്നു എന്ന് സ്കോട്ട് പറയുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഡയാന സ്കോട്ടിനോട് ചോദിച്ചു. അയാൾ എനിക്ക് ഇത്തരത്തിൽ സമ്മാനങ്ങൾ അയച്ചു തരുന്നു. അപ്പോൾ സ്കോട്ട് പറഞ്ഞു, അവ ചവറ്റുകുട്ടയിലെറിയൂ എന്ന്. അപ്പോൾ ഡയാന ചിരിച്ചതായി സ്കോട്ട് പറയുന്നു. എന്നാൽ ട്രംപ് അയച്ചു കൊടുത്ത പൂക്കൾക്ക് ട്രംപിന് മാന്യമായ ഒരു നന്ദി കത്ത് ഡയാന എഴുതിയതായി പറയപ്പെടുന്നു. 2022 ചാൾസ് രാജാവിനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് 96 ട്രംപ് ഡയാനയെ വളരെ അഗ്രസീവായി പിന്തുടർന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ദി കിങ്, ദി ലൈഫ് ഓഫ് ചാൾസ് III എന്ന പേരിലുള്ള പുസ്തകത്തിൽ 92 അന്നത്തെ ചാൾസ് രാജകുമാരനുമായുള്ള വിവാഹം തകർന്നതിന് ശേഷം ട്രംപ് ഡയാനയെ അന്വേഷിച്ചു വന്നതായി പറയപ്പെടുന്നു. ന്യൂയോർക്കിലെ ട്രംപ് ടവറിൽ ഡയാന ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ന്യൂയോർക്ക് പോസ്റ്റിലെ റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടു. എന്നിരുന്നാലും അത് ട്രംപിന് ഒരു പരസ്യം ലഭിക്കാൻ വേണ്ടി ഇത്തരം കഥകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പലരും അനുമാനിക്കുന്നു. ഡയാന രാജകുമാരിയുടെ വിവാഹമോചനത്തിന് ശേഷം ട്രംപ് ഡയാനയെ പിന്തുടർന്നു എന്നുള്ള വാദങ്ങൾ ട്രംപ് പിന്നീട് നിഷേധിച്ചിരുന്നു. എന്നാൽ ട്രംപ് പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ ഡയാനയുമായി ഡേറ്റിംഗിൽ ഏർപ്പെടാമായിരുന്നു, പക്ഷേ അവൾ HIV പരിശോധനയിൽ വിജയിച്ചാൽ മാത്രമേ കഴിയൂ എന്ന് ട്രംപ് പറഞ്ഞിരുന്നതായി പുസ്തകത്തിൻ്റെ രചയിതാവ് ക്രിസ്റ്റഫർ ആൻഡേഴ്സൺ എഴുതി. കാരണം ട്രംപിനെ കുറിച്ച് അക്കാലത്ത് പ്രചരിച്ചിരുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നും അങ്ങനെ തന്നെയാണ്. ട്രംപിന് ലൈംഗിക രോഗങ്ങളെക്കുറിച്ച് വളരെ പേടിയുള്ള ഒരാളായിരുന്നു. ഏതെങ്കിലും സ്ത്രീകളുമായി സെക്സിലേർപ്പെട്ടാൽ പിടിപെട്ടയ്ക്കാവുന്ന ലൈംഗിക രോഗങ്ങളെക്കുറിച്ച്
ട്രംപിന് വളരെ ഭയമുണ്ടായിരുന്നതായി അക്കാലത്ത് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്തരിച്ച ബ്രിട്ടീഷ് രാജകുമാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് തറപ്പിച്ചു തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവരാദ്യം HIV പരിശോധനയിൽ വിജയിച്ചിരുന്നുവെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യുമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇത് ട്രംപ് പറഞ്ഞത് ഡയാന രാജകുമാരി മരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ 97-ൽ ഹോവാർഡ് സ്റ്റോണുമായുള്ള ഒരു റേഡിയോ അഭിമുഖത്തിൽ ആണ് പറഞ്ഞത്. വെയിൽസ് രാജകുമാരിയുടെ മകൻ പ്രിൻസ് ഹാരി നടി മേഗൻ മാർക്കിളിനെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഉയർന്നു വന്ന അഭിമുഖത്തിൽ ഹോവാർഡ് സ്റ്റേൺ ട്രംപിനോട് ചോദിച്ചു, ലേഡി ഡയാനയുമായി നിങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ അഹങ്കാരമാണെന്ന് ആളുകൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അവളെ കിട്ടുമായിരുന്നോ? അപ്പോഴാണ് ട്രംപ് പറയുന്നത്, എനിക്ക് അത് സാധിക്കുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. HIV പരിശോധനയെക്കുറിച്ച് രണ്ടുപേരും മുമ്പ് നടത്തിയ ചർച്ചയെ പരാമർശിച്ചുകൊണ്ട് ഡയാന രാജകുമാരി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്ന ഒരു രംഗം സ്റ്റേൺ അഭിനയിച്ചു. 71-കാരനായ ട്രംപ് ലൈംഗികമായി പകരുന്ന രോഗങ്ങളിൽ ശ്രദ്ധാലുവാണ്. 97-ൽ സ്റ്റേണിന് നടത്തിയ മറ്റൊരു അഭിമുഖത്തിൽ 90-കളുടെ അവസാനത്തിൽ അവിവാഹിതനായിരുന്ന വർഷങ്ങളിൽ ലൈംഗിക രോഗങ്ങൾ പിടിപെടാതെ താൻ ആത്മസംയമനം പുലർത്തിയതിന് താനൊരു ധീരനായ സൈനികനാണെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അദ്ദേഹം സ്ത്രീകളുടെ യോനിയെ സാധ്യതയുള്ള ചില ലാൻഡ് മൈനുകൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അവിടെ ചില യഥാർത്ഥ അപകടങ്ങളുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. തൻ്റെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ഒരു യോഗത്തിൽ ബിൽ ഗേറ്റ്സിനോട് ട്രംപ് 2 തവണ ഒരു ചോദ്യം ചോദിച്ചു. അതിൽ 2016 ഡിസംബറിൽ ട്രംപ് ടവറിൽ വെച്ചും മറ്റൊന്ന് 2017 മാർച്ചിൽ വൈറ്റ് ഹൗസിലും വെച്ചായിരുന്നു ട്രംപ് ചോദിച്ചത്. ആ ചോദ്യം മറ്റൊന്നുമായിരുന്നില്ല, ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളും അതായത് HPV അതും ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസും അതായത് HIV-യും ഒന്നാണോ എന്ന് ചോദിച്ചതായി വെളിപ്പെടുത്തി. 2 തവണയും HPV-യും HIV-യും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സംപ്രേഷണം ചെയ്ത ഒരു ക്ലിപ്പിൽ ബിൽ ഗേറ്റ്സ് പറഞ്ഞു, 1997-ൽ പാരീസിൽ ഒരു കാർ അപകടത്തിൽ 36 വയസ്സുള്ളപ്പോൾ ഡയാന മരിച്ചു. 97-ൽ പുറത്തിറങ്ങിയ തൻ്റെ ദി ആർട്ട് ഓഫ് ദി കംബാക്ക് എന്ന പുസ്തകത്തിൽ ട്രംപ് ഇങ്ങനെ എഴുതി, സ്ത്രീ വിഷയത്തിൽ എനിക്ക് ഒരു ഖേദമേ ഉള്ളൂ. ലേഡി ഡയാനയുമായി പ്രണയത്തിലാകാൻ എനിക്കൊരിക്കലും അവസരം ലഭിച്ചില്ല. ഞാൻ അവരെ പലതവണ കണ്ടുമുട്ടി. അവർ ആളുകളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് അത്രയധികം ആകർഷണീയതയുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം മുറികളെ പ്രകാശിപ്പിക്കുമായിരുന്നു. അവർ ഒരു യഥാർത്ഥ രാജകുമാരിയായിരുന്നു, ഒരു സ്വപ്ന വനിതയായിരുന്നു. 2015-ൽ ട്രംപിൻ്റെ ഒരു വക്താവ് ഒരു മാധ്യമത്തോട് പറഞ്ഞു, ട്രംപിന് അവരുമായി വളരെ നല്ല ബന്ധമായിരുന്നു, പരസ്പരം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഒരിക്കൽ ഡയാനയെക്കുറിച്ച് ട്രംപ് ഇങ്ങനെ പറഞ്ഞു, ഡയാന തന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. അവളുടെ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ ഉറങ്ങാൻ ആഗ്രഹിച്ചിരുന്ന 10 സ്ത്രീകളുടെ പട്ടികയിൽ ഡയാനയും ഉണ്ടായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ രസകരമെന്ന് പറയട്ടെ, 2016-ൽ ഡയാനയിൽ തനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. മുൻപ് പറഞ്ഞതിനെയെല്ലാം അദ്ദേഹം നിഷേധിച്ചു. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. ഒരിക്കൽ ന്യൂയോർക്കിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ അവളെ കണ്ടു. ഞങ്ങളെല്ലാവരും കൈകുലുക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഞാൻ അവളെ കണ്ടത്. എനിക്ക് അവളോട് ബഹുമാനമുണ്ടായിരുന്നു, അയാൾ പറഞ്ഞു. എന്നാൽ ട്രംപിൻ്റെ ദീർഘകാല ചരിത്രകാരനായ മൈക്കൽ വോൾഫ് അവകാശപ്പെടുന്നത് ഡയാനയ്ക്കൊപ്പം കിടക്കാൻ തങ്ങളിൽ ആർക്ക് കഴിയുമെന്ന് ജെഫ്രി എപ്സ്റ്റീനുമായി ഒരു മത്സരമുണ്ടായിരുന്നു എന്നാണ്. അവർക്കൊരു മത്സരമുണ്ടായിരുന്നു, ട്രംപും എപ്സ്റ്റീനും. വോൾഫ് പറയുന്നു, ഡയാന രാജകുമാരിയോടൊപ്പം ആദ്യമായി ഉറങ്ങുന്നയാൾ ആരായിരിക്കും? ബ്രിട്ടീഷ് രാജകുടുംബത്തോട് ട്രംപിന് പണ്ടേ ഒരു ആരാധനയുണ്ട്. 6 വയസ്സുള്ളപ്പോൾ ട്രംപ് തൻ്റെ സ്കോട്ടിഷ് വംശജയായ അമ്മയോടൊപ്പം ഇരുന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനിൽ എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണം കണ്ടതായി പറയപ്പെടുന്നു. ബ്രിട്ടീഷ് രാജകുടുംബത്തോടുള്ള തൻ്റെ അമ്മയുടെ ആകർഷണത്തെയും അത് തന്നിൽ ചെലുത്തിയ സ്വാധീനത്തെയും ട്രംപ് തൻ്റെ ദി ആർട്ട് ഓഫ് ദി ഡീൽ എന്ന പുസ്തകത്തിൽ അനുസ്മരിക്കുന്നു. എലിസബത്ത് രാജ്ഞിയെ കാണണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. ട്രംപ് തൻ്റെ ജീവിതത്തിൽ വിജയിച്ചു എന്നതിൻ്റെ ആത്യന്തിക സൂചനയായിരുന്നു അത്. 2019-ൽ US പ്രസിഡന്റായിരിക്കെ എലിസബത്ത് രാജ്ഞി അദ്ദേഹത്തെ ആതിഥേയത്വം വഹിച്ച ശേഷം ട്രംപ് മോർഗനോട് പറഞ്ഞു, എൻ്റെ അമ്മ ഈ രംഗം കാണുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? വിൻസ്റ്റർ കൊട്ടാരത്തിൽ ട്രംപിനും മെലാനിയയ്ക്കും ഉജ്ജ്വലമായ സ്വീകരണം ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ കൊട്ടാരമായ വിൻസ്റ്ററിന് പുറത്ത് ട്രംപിനെ ചാൾസ് രാജാവും രാജ്ഞി കാമിലയും സ്വീകരിച്ചു. 1000 വർഷമായി ബ്രിട്ടീഷ് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും വാസസ്ഥലമാണ് ഈ കൊട്ടാരം.